മധുരയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പോയത് രാമേശ്വരം വഴി ചിദംബരത്തേക്കാണ്. രാമേശ്വരത്ത് നിന്ന് ചിദംബരം എന്ന് പറഞ്ഞാൽ ഏകദേശം 370 കിലോമീറ്ററോളം വരും, 350 കിലോമീറ്ററോളം വരും. രാമേശ്വരത്ത് റൂമിൽ നിന്ന് ഇറങ്ങി ധനുഷ്കോടിയിലൊക്കെ പോയി പിന്നെ നമ്മളിനി അങ്ങനെ പോകുന്ന പോക്കിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. നമ്മൾ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഉഴുന്നുവട, പരിപ്പ് വട, സാമ്പാർ വട, കാപ്പി. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിദംബരത്തേക്കാണ്. ഏകദേശം 300 ചില്ലാൻ കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്. ഒരു 6 മണിക്കൂർ ഡ്രൈവ്, 6 മണിക്കൂർ അങ്ങനെ നമുക്കങ്ങ് പോവാം. എന്നിട്ട് പിന്നെ സ്റ്റേ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് പിന്നെ ഒരു 2 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓടിയുണ്ടെങ്കിൽ പോണ്ടിച്ചേരി എത്തി, ഓറോവില്ലെത്തി. നമ്മളെ ഒരു ഇടത്താവളമായിട്ടുള്ള ഒരു സംഭവമാണ് ഓറോവില്ല. അപ്പോൾ അവിടേക്ക് എത്താൻ പറ്റുമെന്നില്ല തന്നെ നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടയർഡ് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കണമെങ്കിൽ ബ്രേക്ക് എടുക്കാം, സ്റ്റേ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതെല്ലാം ഒരു ചെറിയൊരു ടീ ബ്രേക്കൊക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര അങ്ങനെ അങ്ങോട്ട് പോവാം. നല്ലൊരു റോഡ് ട്രിപ്പ് എൻജോയ് ചെയ്തുകൊണ്ട്. രാമേശ്വരത്തിലൊരു ഭാഗത്തുള്ള ചെറിയ ഫിഷർമെൻസൊക്കെ മീൻ പിടിച്ചിട്ട് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരു ചെറിയൊരു മാർക്കറ്റ് പോലത്തെ ഒരു ചെറിയ സെറ്റപ്പ്. നല്ല രസമുണ്ട് കാണുമ്പോൾ. ഒരു പഴയ കാലത്തേക്ക് പോയ ഫീലും. ഇങ്ങനെ കൊണ്ടുവന്ന നല്ല മണലൊക്കെയുള്ള മീനുകൾ. നമ്മളിപ്പോൾ ചിദംബരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഹൈവേ അപ്പുറത്തെ വഴി നല്ലൊരു റോഡ് പോകുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കോസ്റ്റൽ സൈഡ് പിടിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചു. നല്ല പീസായിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചാൽ അപ്പം നോക്കുമ്പോൾ നല്ലതാ ഉപ്പുപാടങ്ങളാണെന്ന് തോന്നുന്നു ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. കുറേ സ്ഥലത്തായി കാണുന്നുണ്ട്. അപ്പം ഇനി ഏതായാലും ഹൈവേ പിടിക്കാതെ ഈ ഒരു റോഡ് പിടിച്ചിട്ട് കോസ്റ്റൽ സൈഡിൽ കൂടെ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ബിരിയാണി നമുക്ക് പാർസൽ വാങ്ങിക്കാം അല്ലേ? വേണ്ട, നല്ല സ്മെല്ല, അടിപൊളി ബിരിയാണി. എന്നാൽ നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും തണലത്ത് നിർത്തിയിട്ട് കഴിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഏതോ സ്ഥലമാവോ? അപ്പോൾ നന്നായി വിശക്കാൻ തുടങ്ങി. നമ്മളിപ്പം പോകുന്ന വഴിക്ക് നല്ലൊരു ഷെൽട്ടർ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ തരും. ബിരിയാണി, നല്ലൊരു ഫുഡ് ബിരിയാണി നമ്മളിവിടുന്ന് കഴിക്കുക. പാറിപ്പോവോ? ഒരു ബിരിയാണിയാണ് വാങ്ങിയത്, അതന്നെ 2 എണ്ണത്തിനെല്ലാം. കുഷ്ക റൈസും ചിക്കൻ ഉണ്ട്, മുട്ട. നമ്മളെ ഇങ്ങനെയുള്ള ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ മെയിൻ ഹൈവേ ഒക്കെ ഒഴിവാക്കി ഇതേപോലെയുള്ള ഗ്രാമങ്ങളിലൂടെയുള്ള റോഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല അനുഭവങ്ങളും നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷേ അതേപോലെ തന്നെ കുറച്ചും കൂടി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ പശുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡ്രൈവിങ്ങിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും. മറ്റേതാകുമ്പം നമുക്ക് ഒരേ ഹൈവേ പിടിച്ച് അങ്ങനെ പോവാം. ഇതിൽ 2 ഭാഗത്തേക്കും വണ്ടികളൊക്കെ വരും. പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല ഗ്രാമങ്ങളിലേക്കൊക്കെ പോകാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. മറ്റേ നമുക്ക് ഹൈവേ ഒന്നും അങ്ങോട്ട് വിടാൻ പറ്റില്ലല്ലോ. ചിദംബരത്തേക്ക് ഇനി ഒരു 100 കിലോമീറ്ററും കൂടി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ബ്രേക്കും കൂടി എടുത്തിരിക്കുക. നല്ലൊരു സ്ഥലവും കണ്ടു. അപ്പം അങ്ങനെ ഒരു ബ്രേക്ക് എടുത്താണ്. അതിനൊരു 5 മിനിറ്റ് ഇവിടെ നിർത്തി എന്നിട്ട് നല്ല പോവാം. നീല പെയിൻ്റൊക്കെ അടിച്ചിട്ട് അടിപൊളി ഒരു ബണ്ട് കെട്ടി വെച്ചിരിക്കുന്നത്.
ഒരു 400ഓളം കിലോമീറ്റർ ഓടി നമ്മളിപ്പോൾ ചിദംബരത്ത് എത്തിയിട്ടുണ്ട്. ഈ ചിദംബരത്ത് നമ്മൾ നടരാജ ടെമ്പിൾ ഒന്ന് കാണാൻ പോകും. ചിദംബരം ഫേമസ് ആയത് ചിദംബരത്തെ ശ്രീ നടരാജ ടെമ്പിൾ, നടരാജ ക്ഷേത്രം ആണ് ചിദംബരത്തെ ഫേമസ് ആക്കിയത്. തില്ലൈ നടരാജ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. തില്ലൈ നടരാജ ക്ഷേത്രം ഏതാണ്ട് 10ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരുടെ കാലത്ത് പണിയെടുത്തതാണ് ഈ ക്ഷേത്രം. സാധാരണ അമ്പലങ്ങളിൽ, ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗാരാധനയാണെന്നുണ്ടെങ്കിൽ ഈ തില്ലൈ നടരാജ ക്ഷേത്രത്തിൽ നടരാജ രൂപത്തിലുള്ള ശിവന്റെ വിഗ്രഹമാണ് ആരാധിക്കുന്നത്. ഒരു കൈയിൽ സൃഷ്ടിയുടെ പ്രതീകമായ ഡമരുവും മറുകൈയിൽ സംഹാരത്തിന്റെ പ്രതീകമായ അഗ്നിയും ഏന്തിയ നടരാജ വിഗ്രഹം. ഈ ക്ഷേത്രത്തിൽ പോകുന്നവരെ ആകർഷിക്കുന്നത് അവിടുത്തെ പ്രതിഷ്ഠയെക്കാളും ആരാധനയെക്കാളും ഉപരി ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. അന്നത്തെ കാലത്ത് ഈ മോഡേൺ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അതായത് ഭരതനാട്യത്തിൻ്റെ 108 ഭാവങ്ങളെയും കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ചിദംബരത്തെ കാഴ്ച കണ്ടിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഒരല്പം ലോങ് ഡ്രൈവ് ആണ്. വിൽ ഹാവ് ടു ഡ്രൈവ് അറൌണ്ട് 550 കിലോമീറ്റേഴ്സ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ള കാര്യം അടുത്ത എപ്പിസോഡ് പറയാം.